നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ജീവനക്കാർക്ക് ഫോൺ സന്ദേശങ്ങൾ ലഭിച്ചത്. ഇതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമുയർത്തിയതിന് പിന്നാലെ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരങ്ങൾ ചോർത്തിയതെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. വെറുമൊരു ആരോപണമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച കത്തുകൾ സഹിതമാണ് ചെന്നിത്തല ബുധനാഴ്ച മാധ്യമങ്ങളെ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവ റാവു ജീവനക്കാരുടെ വിവരങ്ങൾ തേടി സ്പാർക്കിന് കത്തയച്ചു എന്നതാണ് പ്രധാന ആരോപണം. എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാരുടെ പേര്, ഫോൺ നമ്പർ, ജോലി സംബന്ധമായ വിവരങ്ങൾ എന്നിവ ശേഖരിക്കാൻ സാംബശിവ റാവു നിർദ്ദേശം നൽകി. സ്മാർട്ട് വഴി ഈ വിവരങ്ങൾ എക്സൽ ഷീറ്റുകളാക്കി മാറ്റാൻ ആവശ്യപ്പെട്ടു. ഈ വിവരങ്ങൾ PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനായിരുന്നു ഉത്തരവ്. വ്യക്തിപരമായി വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും കത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ അയച്ച കത്തിൽ ഫെബ്രുവരി 12-നകം വിവരങ്ങൾ കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശമില്ലാതെ ഇത്തരമൊരു നീക്കം നടക്കില്ലെന്ന് ചെന്നിത്തല പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിവരശേഖരണം വിവാദമാകുന്നത്? രമേശ് ചെന്നിത്തല ഉയർത്തുന്ന 3 പ്രധാന ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കമാണിതെന്ന് ചെന്നിത്തല ആരോപിക്കുന്നു. വ്യക്തിവിവരങ്ങളുടെ സ്വകാര്യത സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണിതെന്നും ആരോപണമുണ്ട്. എന്തിനാണ് ഇത്രയും രഹസ്യമായി ഉദ്യോഗസ്ഥരുടെ പേരും ഫോൺ നമ്പറും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിക്കുന്നതെന്നും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവത്തിൽ കോടതി നേരിട്ട് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. സ്പ്രിംഗ്ലർ വിവാദത്തിന് ശേഷം വീണ്ടും ഒരു ഡാറ്റ ചോർച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആരോപണ നിഴലിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സഭയ്ക്കും അകത്തും പുറത്തും ഇത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്. കത്തുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ സർക്കാർ എന്ത് വിശദീകരണം നൽകും എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. ജുഡീഷ്യറിയിൽ അഴിമതി എന്ന NCERT പാഠപുസ്തകത്തിലെ പരാമർശത്തിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. വിഷയത്തിൽ കോടതി നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ബുധനാഴ്ച മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും വിഷയം ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഉന്നയിക്കുകയായിരുന്നു. ജുഡീഷ്യറിയിൽ അഴിമതിയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുവെന്നും ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്നും ഇരുവരും പറഞ്ഞു. ജുഡീഷ്യറിയെ അപമാനിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് വ്യക്തമാണെന്നും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി. വിഷയത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാഠഭാഗത്തെ പരാമർശങ്ങൾ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിലയിരുത്തി. നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ 8ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശങ്ങളുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക് എന്ന പാഠഭാഗത്താണ് അഴിമതിയാണ് നീതി നിർവഹണത്തിന് പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ 81,000 കേസുകൾ ഇനിയും കെട്ടിക്കിടക്കുകയാണെന്നും ഹൈക്കോടതികളിൽ ആകെ 6.24 ദശലക്ഷം കേസുകൾ വിചാരണയ്ക്കായി കാത്തിരിക്കുകയാണെന്നും പാഠഭാഗത്ത് പറയുന്നുണ്ട്. ജില്ലാ സബോർഡിനേറ്റ് കോടതികളിൽ 47 ദശലക്ഷം കേസുകൾ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും പാഠഭാഗത്ത് പരാമർശമുണ്ട്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ 3.5 കോടി പേർ കൊല്ലപ്പെടുമായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. US കോൺഗ്രസിൽ നടത്തിയ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഭിസംബോധനയിലാണ് ട്രംപ് ഈ അവകാശവാദം ആവർത്തിക്കുന്നത്. താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ പാക് പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടേനെയെന്നും ട്രംപ് പറയുന്നുണ്ട്. ഭരണത്തിലേറി ആദ്യ 10 മാസത്തിനുള്ളിൽ 8 യുദ്ധങ്ങളാണ് താൻ ഇല്ലാതാക്കിയതെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷമാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞതായും ട്രംപ് പറയുന്നു. നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ 3.5 കോടി ജനങ്ങൾ കൊല്ലപ്പെടുമായിരുന്നുവെന്ന് ഷെരീഫ് തന്നോട് പറഞ്ഞതായാണ് ട്രംപിൻ്റെ വാദം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാക് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെടുകയും ഭീകര താവളങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ സൈനിക നടപടിക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തുകയായിരുന്നു. ഇത് തൻ്റെ ഇടപെടലിലായിരുന്നുവെന്നാണ് ട്രംപ് നിരന്തരം അവകാശപ്പെടുന്നത്. എന്നാൽ 3ാം കക്ഷി മധ്യസ്ഥത ഇന്ത്യ തള്ളിക്കളഞ്ഞ വിഷയമാണ്. കശ്മീർ വിഷയത്തിലോ മറ്റ് ഉഭയകക്ഷി പ്രശ്നങ്ങളിലോ ഒരു 3ാം കക്ഷിയുടെ മധ്യസ്ഥത ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. മുൻപും പലതവണ ട്രംപ് സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ തുടരെ നിഷേധിക്കുകയായിരുന്നു.
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ മതിയെന്നും വിദേശ ഇടപെടൽ ആവശ്യമില്ലെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ അതോ യഥാർത്ഥത്തിൽ അണിയറയിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിരുന്നോ എന്ന് വ്യക്തമല്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് എന്തായാലും ഈ പരാമർശം വഴിവെക്കുമെന്ന് ഉറപ്പാണ്.